ഹലോ ഫ്രണ്ട്സ്, പെട്ടെന്ന് കോടീശ്വരന്മാരായിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്കുമാകാം. ക്രിപ്റ്റോ കറൻസികൾ വാങ്ങി നമ്മൾക്കും അതിൽ നിന്ന് കുറച്ച് പൈസ ഉണ്ടാകാം. അതെങ്ങനെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാൻ പോകുന്നത്. വെൽക്കം ടു ജി ഫോക്കസ്. ദിസ് ഈസ് ഗിരൻ. നിങ്ങൾ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത ലെവലിലേക്കും കൂടെ പ്രസ് ചെയ്തേക്കുക. ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ഡിജിറ്റൽ അല്ലെങ്കിൽ ഒരു വിർച്വൽ കറൻസിയാണ്. 2009 ക്രിപ്റ്റോ കറൻസി എന്ന പേരിൽ ബിറ്റ്കോയിൻ രൂപപ്പെടുന്നത്. ആ സമയത്ത് ബിറ്റ്കോയിന് വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു ഡിജിറ്റൽ മണി മാത്രമായിരുന്നു. 2010 സ്മോക്ക് ടു മച്ച് എന്ന് പറയുന്ന ഒരു യൂസർ വെറും $50 കൊണ്ട്, അതായത് ഇന്ത്യൻ മണി 2500 രൂപ കൊണ്ട് അന്നത്തെ 28 ലക്ഷം രൂപ വിലമതിപ്പുള്ള ബിറ്റ്കോയിൻസ് വാങ്ങി. ഇന്ന് വെറും ഒരു ബിറ്റ്കോയിന്റെ വില എന്ന് പറയുന്നത് $38,576 ആണ്. അതായത് 28 ലക്ഷം രൂപ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം ബിറ്റ്കോയിന്റെ വില എത്രത്തോളം ഉയർന്നിട്ടുണ്ടെന്ന്. ഇപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ 100 രൂപ മുതൽ ക്രിപ്റ്റോ കറൻസികൾ വാങ്ങാം. അതിനുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അതിന്റെ പേരാണ് കോയിൻ സ്വിച്ച്. കോയിൻ സ്വിച്ചിൽ നിങ്ങൾക്ക് 100 രൂപ മുതൽ കോയിൻസ് വാങ്ങാം. ഈ ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡിലും iOSലും വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ മറ്റൊരുപാട് ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് നോക്കി, പക്ഷേ ഏറ്റവും യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയത് ഈ ആപ്ലിക്കേഷനാണ്. കോയിൻ സ്വിച്ച് എന്ന് പറയുന്ന ആപ്ലിക്കേഷന്റെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ ലിങ്കിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ 50 രൂപ ക്രെഡിറ്റ് ആയിട്ട് ലഭിക്കും. പ്ലേ സ്റ്റോറിൽ നിന്നും ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ക്രെഡിറ്റ് ലഭിക്കില്ല. ഇനി നമുക്ക് കോയിൻ സ്വിച്ചിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ നോക്കാം. ഞാനിപ്പോൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഉപയോഗിച്ച് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം ആ ലിങ്ക് ഓപ്പൺ എന്ന് കാണിക്കുന്നുണ്ട്, അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ആപ്പിളിൻ്റെ മൊബൈലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ ആപ്പ് സ്റ്റോറിലേക്കാണ് പോകുന്നത്. ആപ്പ് സ്റ്റോറിൽ ഗെറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. ആൻഡ്രോയിഡിലാണെങ്കിൽ ഇൻസ്റ്റാൾ എന്ന് കാണിക്കും. അപ്പോൾ ഞാൻ ഗെറ്റ് എന്ന് കൊടുക്കുകയാണ്. ഗെറ്റ് എന്ന് കൊടുക്കുമ്പോൾ നമ്മുടെ സെക്യൂരിറ്റിക്ക് ചോദിക്കുന്നുണ്ട്. ആപ്ലിക്കേഷൻ അങ്ങനെ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആപ്ലിക്കേഷൻ അധികം സൈസുള്ള ആപ്ലിക്കേഷനൊന്നുമല്ല. ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ആവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഓപ്പൺ ചെയ്യുക. അങ്ങനെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഫസ്റ്റ് ലോഗോ കോയിൻ സ്വിച്ച് എന്ന് പറയുന്ന കോയിൻ സ്വിച്ച് കൂബർ എന്ന് പറയുന്ന ലോഗോ എല്ലാം കാണിക്കുകയാണ്. ഇതിൽ വളരെ സിമ്പിളായിട്ടാണ് കാണിക്കുന്നത്. ഇതിലിപ്പോൾ iOS ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഇതിൽ കുറച്ച് സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആൻഡ്രോയിഡിലും ചോദിക്കുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ റിക്വസ്റ്റ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ അലോ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് ഇതൊരു ഇന്ത്യൻ ആപ്ലിക്കേഷനാണ്. ഇന്ത്യൻ ആപ്ലിക്കേഷനിൽ നമ്മൾ ഇന്ത്യൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെ ഓൾറെഡി ടിക്ക് കൊടുത്തിട്ടുണ്ട്. അത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ മൊബൈലിലേക്ക് ഒരു OTP വരുന്നതാണ്. OTP വന്നിട്ടുണ്ട്. OTP ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്റ്റ് ആയിട്ടില്ല. അപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് 585805. അപ്പോൾ ഞാനത് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ ഒരു പിന്ന് സെറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. 4 ഡിജിറ്റ് പിന്നാണ്. ആ 4 ഡിജിറ്റ് പിന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൺഫേം ചെയ്യുക. 2 തവണ ടൈപ്പ് ചെയ്ത് കൊടുത്ത് കൺഫേം ചെയ്യുക. ജസ്റ്റ് രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം എൻ്റെ അക്കൗണ്ടിൽ 51 റുപ്പീസ് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അതായത് ഫ്രീ ആയിട്ടാണ് ആ ക്രെഡിറ്റ് കിട്ടിയത്. ഇത്രയേ ഉള്ളൂ നമുക്ക് നമ്മുടെ കോയിൻ സ്വിച്ച് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം നമ്മൾ ബിറ്റ് കോയിൻസ് ഒക്കെ നമുക്ക് പർച്ചേസ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബിറ്റ് കോയിൻസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിൽ ഒരുപാട് കോയിൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും ഇന്ന് ബിറ്റ് കോയിൻ്റെ വാല്യൂ 29 lakhs ആണ്. ഇന്ത്യൻ മണി 29 lakhs ആണ്. ഇതിലൊരു റെഡ് കളർ മാർക്ക് താഴോട്ട് കാണുന്നുണ്ട്. അതായത് 1.04% മാർക്കറ്റ് ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരുപാട് കോയിൻസ് ഉണ്ട്. അതിൽ പോർട്ട്ഫോളിയോ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ താഴെ ഹോം, പോർട്ട്ഫോളിയോ, പിന്നെ ഒരു ഗിഫ്റ്റ് ബട്ടൺ കാണുന്നുണ്ട്, മാർക്കറ്റ്സ് കാണുന്നുണ്ട്, പ്രൊഫൈലുണ്ട്. പ്രൊഫൈൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നമ്പർ കാര്യങ്ങളെല്ലാം ഇതിൽ കാണാൻ പറ്റും. യൂസർ വെരിഫിക്കേഷൻ ഉണ്ട്. യൂസർ വെരിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. മുകളിൽ കാണിക്കുന്നുണ്ട് KYC നോട്ട് കംപ്ലീറ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റ്സ് ഉണ്ട്. മാർക്കറ്റ്സിൽ ഒരുപാട് കോയിൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. പോർട്ട്ഫോളിയോയിൽ നമ്മൾ വാങ്ങിയ ബിറ്റ് കോയിൻസിൻ്റെ എല്ലാം റേറ്റും കാര്യങ്ങളെല്ലാം ഇവിടെ കാണിക്കും. നമ്മൾ ഇതുവരെ 51 റുപ്പീസിൻ്റെ ബിറ്റ് കോയിൻ ആണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അത് ഓട്ടോമാറ്റിക്കായിട്ടാണ് ഇതിൽ ആഡ് ആയിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് 51 റുപ്പീസിൻ്റെ ബിറ്റ് കോയിൻ. ഇപ്പോൾ നമുക്ക് KYC നോട്ട് കംപ്ലീറ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ KYC നോട്ട് കംപ്ലീറ്റഡ് എന്ന് കാണിക്കുന്നതിൽ നമ്മൾ യൂസർ വെരിഫിക്കേഷനിൽ പോവുക. യൂസർ വെരിഫിക്കേഷനിൽ പോയിട്ട് ബേസിക് വെരിഫിക്കേഷൻ ഉണ്ട്. ടേക്സ് അബൌട്ട് 30 സെക്കൻഡ്സ് ടു കംപ്ലീറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പാൻ നമ്പർ കൊടുക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ പാൻ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പാൻ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഇമെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇമെയിൽ ID ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം വെരിഫൈ കൊടുക്കുക. വെരിഫൈ കൊടുത്തതിന് ശേഷം കൺഫേം കൊടുക്കുക. വെരിഫൈ കൊടുത്തു കഴിയുമ്പോൾ
മറ്റൊരു OTP കൂടി നമ്മുടെ രജിസ്റ്റർ ചെയ്ത ഇമെയിലിലേക്ക് വരുന്നതാണ്. അപ്പോൾ ആ ഇമെയിലിൽ നിന്ന് നമ്മൾ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ OTP നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ സക്സസ് എന്ന് കാണിക്കുന്നതാണ്. ഇപ്പോൾ എന്താണ് എഴുതിയിരിക്കുന്നത്, യുവർ ബേസിക് വെരിഫിക്കേഷൻ ഹാസ് ബീൻ കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. അടുത്തായിട്ട് പാൻ കാർഡ് വെരിഫിക്കേഷനാണ്. ഇത് 45 സെക്കൻഡ് എടുക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് പാൻ കാർഡ് വെരിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് വരുന്ന സ്ക്രീനിൽ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാൻ പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഒറിജിനൽ പാൻ കാർഡിൻ്റെ ഒരു ഫോട്ടോ എടുക്കണം. അതായത് നമ്മുടെ ഫോണിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഇമേജ് അല്ലാതെ ഫോട്ടോ തന്നെ എടുക്കണം. അതിനുശേഷം കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നെയിമും ഡേറ്റ് ഓഫ് ബർത്തും പാൻ കാർഡിൽ ഉള്ളതുപോലെ തന്നെ ആയിരിക്കണം. അതിനുശേഷമുള്ള ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ സ്വന്തം പാൻ കാർഡ് തന്നെ ഉപയോഗിക്കാനാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ ഇതിലൊരു സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് സ്കാൻ ഒറിജിനൽ പാൻ കാർഡ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒറിജിനൽ പാൻ കാർഡ് കാണിച്ചതിന് ശേഷം ഒരു ഫോട്ടോ എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ പാൻ കാർഡിൻ്റെ ഫോട്ടോ എടുക്കാൻ പറയുന്നുണ്ട്. പാൻ കാർഡിൻ്റെ ഫോട്ടോ എടുക്കുക. ഫസ്റ്റ് നമ്മൾ ഫ്രണ്ട് ഡോക്യുമെൻ്റ് ആണ് എടുത്തത്. അതിനുശേഷം ഫോട്ടോ എടുത്തതിന് ശേഷം അപ്ലോഡ് കൊടുക്കുക. അതിനുശേഷം ആ ഡോക്യുമെൻറ്റിൻ്റെ പാൻ കാർഡിൻ്റെ ബാക്ക് സൈഡ് എടുക്കുക. ബാക്ക് സൈഡ് എടുത്തതിന് ശേഷം അപ്ലോഡ് ഫോട്ടോ കൊടുക്കുക. അപ്പോൾ അപ്ലോഡിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പാൻ കാർഡ് വെരിഫിക്കേഷന് 2 to 5 minutes എടുക്കും. അപ്പോൾ 45 സെക്കൻഡിന് ശേഷം നമ്മുടെ പാൻ കാർഡ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഗ്രീൻ ടിക്ക് മാർക്ക് കാണിക്കുന്നുണ്ട്. 2 വെരിഫിക്കേഷനും ഗ്രീൻ ടിക്ക് മാർക്ക് കാണിക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ID കാർഡ് വെരിഫിക്കേഷനാണ്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ടൈപ്പ് ID കാണിക്കുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ പാസ്പോർട്ടാണ് എടുക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ മുമ്പ് പറഞ്ഞതുപോലെയുള്ള ഇൻസ്ട്രക്ഷൻസ് ഇതിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻസ് ഞാൻ ഒന്നുകൂടെ വായിക്കുന്നില്ല. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ പാസ്പോർട്ടിൻ്റെ സ്കാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നുണ്ട്. അതായത് പാസ്പോർട്ടിൻ്റെ ഫോട്ടോ എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് കാണിക്കുന്നുണ്ട്. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജ് ഫോട്ടോ എടുക്കുന്നത് കാണിക്കുന്നുണ്ട്. ഫോട്ടോ പേജ്, അതായത് ഫോട്ടോ ഉള്ള പേജ് സ്കാൻ ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫോട്ടോ എടുത്തതിന് ശേഷം അപ്ലോഡ് കൊടുക്കുക. അതിനുശേഷം ഒരു സെൽഫി എടുക്കാൻ പറയുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് വെരിഫിക്കേഷൻ നമ്മുടെ സെൽഫി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഐഡൻറ്റി കാർഡ് വെരിഫിക്കേഷൻ 2 മുതൽ 5 മിനിറ്റ് വരെ എടുക്കുന്നുണ്ടെന്ന് ഇതിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ വെരിഫിക്കേഷൻ 100% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിലേക്ക് പോവുക. ബാക്കിലേക്ക് പോയി കഴിയുമ്പോൾ ബാങ്ക് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. ബാങ്ക് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 തവണ നമ്മൾ കൺഫർമേഷന് വേണ്ടിയിട്ട് അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം നമ്മുടെ IFSC കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അക്കൗണ്ടിൻ്റെ ടൈപ്പ് ഏതാണെന്ന് കൊടുക്കുക. സേവിങ്സ് ആണോ കറണ്ട് ആണെന്ന് കൊടുക്കുക. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്നാലും ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടി ഞാൻ കൊടുത്താണ്. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ മുമ്പ് സെറ്റ് ചെയ്ത പിൻ നമ്പർ ടൈപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. അത് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. 4 ഡിജിറ്റ് പിൻ നമ്പറാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തത്. ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഇമെയിലിലേക്ക്, രജിസ്റ്റർ ചെയ്ത ഇമെയിലിലേക്ക് ഒരു OTP കൂടെ വരുന്നതാണ്. ആ OTP നമ്മൾ അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആപ്ലിക്കേഷനിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ ബാങ്ക് വെരിഫിക്കേഷനും കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മുടെ KYC വെരിഫിക്കേഷൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ബാങ്ക് വെരിഫിക്കേഷനും കഴിഞ്ഞു. ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹോമിലേക്ക് പോവുക. ഹോമിലേക്ക് പോകുമ്പോൾ KYC സ്റ്റാറ്റസ് കാണിക്കുന്നുണ്ട്. ബേസിക് ഡീറ്റെയിൽസ്, പാൻ ഡീറ്റെയിൽസ്, ഐഡൻറ്റിറ്റി ഡീറ്റെയിൽസ് ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമ്മളത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്യുമ്പോൾ നമ്മുടെ ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ കാണിക്കുന്നുണ്ട് എന്താണ്, ₹50 കാണിക്കുന്നുണ്ട്. നമ്മുടെ ടോട്ടൽ വർത്ത് 50 കാണിക്കുന്നുണ്ട്. അത് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും എന്താണ് 50 കാണിക്കുന്നത്. നമ്മുടെ കറണ്ട് വാല്യൂ ആണ് 50. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് ₹52 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ₹51 ആണ്. പക്ഷേ നമുക്ക് ₹52 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് ₹52 ബിറ്റ് കോയിൻ ആണ് നമുക്ക് കിട്ടിയത്. ഇപ്പോൾ ഒരു ബിറ്റ് കോയിൻ്റെ വാല്യൂ നമ്മൾ നോക്കണം. 0.00018 ബിറ്റ് കോയിൻസ് ആണ്. അതായത് എത്രത്തോളം ബാക്കിലാണെന്ന് നോക്കണം. ഇപ്പോൾ നമുക്ക് 28 ലക്ഷം രൂപ കൊടുത്താലേ ഒരു ബിറ്റ് കോയിൻ കിട്ടുള്ളൂ. ഇനിയിപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ബിറ്റ് കോയിൻസ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഡിപ്പോസിറ്റ് INR എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഡിപ്പോസിറ്റ് INRൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്ക്രീൻ ഇതുപോലെയാണ്. അപ്പോൾ നമ്മുടെ കറണ്ട് ബാലൻസ് കാണിക്കുന്നുണ്ട് 0 എന്നാണ് കാണിക്കുന്നത്. നമുക്ക് ഈ ആപ്ലിക്കേഷനോട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന മിനിമം എമൗണ്ട് 100 ആണ്. 100 മുതൽ മാക്സിമം 25,000 രൂപ വരെ നമുക്ക് ഇതിൽ ഒരുമിച്ച് ഡിപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്താണ്, ഞാനിപ്പോൾ ഇതിൽ 100 കാണിച്ചിട്ടുണ്ട്. 100 കാണിച്ചത് കൊണ്ട് അപ്പോൾ ഞാൻ ഇതിൽ 100 ഡിപ്പോസിറ്റ് ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ പ്രോസസ്സിംഗ് ടൈം 15 മിനിറ്റ്സ് എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ അത്രയൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ ഇതിൽ ക്രെഡിറ്റ് ആവുന്നതാണ്. അപ്പോൾ ഞാൻ ഡിപ്പോസിറ്റ് കൊടുക്കുന്നു. ഡിപ്പോസിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് മൊബിക്വിക്ക് കാണിക്കുന്നുണ്ട്. അതിനുശേഷം താഴെ പേടിഎമ്മും ബാങ്ക് ട്രാൻസ്ഫറും കാണിക്കുന്നുണ്ട്.
പേടിഎമ്മും ബാങ്ക് ട്രാൻസ്ഫറും ഒക്കെ ഇപ്പോൾ ഡിസേബിൾ ആയിട്ട് കിടക്കുകയാണ്. ഫസ്റ്റ് ട്രാൻസാക്ഷൻ നമുക്ക് മൊബിവിക് വാലറ്റ് വഴി ചെയ്യണം. ഓക്കെ, അപ്പോൾ മൊബിവിക് വഴി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മുടെ മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട്. മൊബൈൽ നമ്പർ കൊടുക്കുക. അതിനുശേഷം സെൻഡ് OTP കൊടുക്കുക. സെൻഡ് OTP കൊടുക്കുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നുണ്ട്. OTP നമ്മളിതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ മൊബിവിക്കിൻ്റെ വെബ്സൈറ്റിലേക്ക് പോയപ്പോൾ ഞാൻ ഇനി പേയ്മെൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ പേയ്മെൻറ്റ് ചെയ്യുന്നത് ഞാൻ ഇതിലൂടെ നിങ്ങൾക്ക് കാണിക്കുന്നില്ല. ഞാൻ ഓൾറെഡി പേ ചെയ്ത് ചെറിയ ബിറ്റ് കോയിൻസ് വാങ്ങി ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു അക്കൗണ്ട് ഉണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് എൻ്റെ കോയിൻ സ്വിച്ച് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ പ്രൊഫൈല്. ഈ പ്രൊഫൈലിൽ അതായത് എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഞാനിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് കാണിക്കുന്നത് 1512 രൂപയാണ്. ഇപ്പോൾ അത് കൂടിയും കുറഞ്ഞുമാണ് ഇരിക്കുന്നത്. ഇന്നലെ അത് 1600 രൂപയോളം ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഓരോ ബിറ്റ് കോയിൻസും, ഇപ്പോൾ ബിറ്റ് കോയിൻസ് ഉണ്ട്, ഡോജി കോയിൻസ് ഉണ്ട്, അങ്ങനെയുള്ള ഒരുപാട് ക്രിപ്റ്റോ കറൻസികൾ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിലുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഡോജി കോയിൻ എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസിയുടെ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോയിന് ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ 28 റുപ്പീസാണ്. അതുപോലെ തന്നെ ക്വാർച്ചെയിൻ എന്ന് പറയുന്ന ഒരു കറൻസി ഉണ്ട്. അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1.4 റുപ്പീസാണ്. അപ്പോൾ അത് ഏറ്റവും കുറഞ്ഞതാണ്. ഇപ്പോൾ ഏറ്റവും കുറഞ്ഞത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ നമ്പേഴ്സ് വാങ്ങിയിടാം. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, മാർക്കറ്റിൽ കോയിൻസിന് എത്രത്തോളം വാല്യൂ ഉണ്ടെന്നുള്ള കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം. അത് അറിഞ്ഞിട്ട് മാത്രമേ നമ്മൾ കോയിൻസ് വാങ്ങാൻ പാടുള്ളൂ. ന്യൂസുകൾ ശ്രദ്ധിക്കുക, അതുപോലുള്ള മാർക്കറ്റ് വേരിയേഷൻസ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ക്രിപ്റ്റോ കറൻസികൾ മാർക്കറ്റിലുള്ളത് നമുക്കിങ്ങനെ മാർക്കറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലൂടെ കാണാൻ സാധിക്കും. മാർക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് ക്രിപ്റ്റോ കറൻസികളുണ്ട്. വളരെ തുച്ഛമായ പ്രൈസിന് വരെ വിൽക്കുന്ന കോയിനുകൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് നല്ല സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം കോയിൻസൊക്കെ വാങ്ങുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലൂടെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണ് ഈ ക്രിപ്റ്റോ കറൻസികൾ. അപ്പോൾ തെറ്റായ രീതിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ക്യാഷ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിനെ കുറ്റം പറയരുത്. എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതും എല്ലാം അവരവരുടെ സ്വന്തം റിസ്കിലാണ്. ഓക്കെ, അപ്പോൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ഇൻഫർമേഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നുണ്ട്. അഥവാ നിങ്ങൾ കോടീശ്വരനായി കഴിഞ്ഞാൽ നമ്മളെ മറക്കരുത്, നമ്മുടെ ചാനലിൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. മറ്റെന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്കത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് വരുന്നുണ്ട്. അടുത്ത വീഡിയോസിൽ കാണാം. ബൈ.